ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് മോഷ്ടിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന ആരോപണം സജീവമാണ്. പല ബി നേതാക്കളുടെ പ്രവർത്തകരുടെയും ഇരട്ട വോട്ടുകൾ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ വിവാദമായിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും 3 ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നത്. ഒന്ന്, ഹരിയാനയിലെ കർണാലിൽ നിന്ന് ബീഹാറിലേക്ക് ആളുകളെ നിറച്ച് ട്രെയിനുകൾ എന്തിനു പോയി? അൺഷെഡ്യൂൾഡ് ട്രെയിനുകൾ ആരുടെ ചെലവിൽ ഓടിച്ചുവെന്ന് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭാ എം പി കപിൽ സിബലാണ്. 2, ആദ്യഘട്ട വോട്ടെടുപ്പ് 6-ാം തീയതി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും സ്ത്രീ പുരുഷ വോട്ടർമാരുടെ ശതമാനം നൽകുന്നില്ല എന്ന് ചോദിക്കുന്നത് RJD നേതാവ് തേജസ്വി യാദവാണ്. 3, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി വന്ന പോലീസ് സേനയും ഉദ്യോഗസ്ഥരുമെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി അമിത്ഷാ പട്നയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് മോഷണം നടത്താനുള്ള ഗൂഢമായ നീക്കങ്ങളാണ് എന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. എന്തായാലും ഒന്നിനും പതിവ് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ല. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിലൂടെ, ഈ സംശയങ്ങളിലൂടെ വിശദമായി സഞ്ചരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ.